കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സമ്പൂർണ്ണ ഭേദഗതി 2023 അതിൻ്റെ ഭേദഗതികളുടെ സമഗ്രമായ ചർച്ച 13ാമത് അധ്യായത്തിലേക്ക് എല്ലാ സഹകാരികളെയും ഉദ്യോഗാർത്ഥികളെയും ഹാർദമായി 12ാമത് അധ്യായത്തിൽ നമ്മൾ തർക്കങ്ങൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്, ഭേദഗതികളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് സെക്ഷൻ 69 ആണ്. അപ്പോൾ ഇത്തരം തർക്കങ്ങളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് രജിസ്ട്രാർ ഇവരുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഡിസ്പ്യൂട്ടുകൾ ഏതൊക്കെ എന്നുള്ള വിശദമായ ചർച്ചകളാണ് നമ്മൾ സെക്ഷൻ 69 കണ്ടത്. ഇന്ന് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് സെക്ഷൻ 69A ആണ്. അതിൽ പുതിയ ഒരു നിയമ സംവിധാനം, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പോലെ തന്നെ മറ്റൊരു നിയമ സംവിധാനം സെക്ഷൻ 69A, അത് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനാണ്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ സംവിധാനമാണ്, നമുക്ക് ഏവർക്കും അറിയാം. അതിൻ്റെ സെക്ഷൻ 69A 6 ഉപവകുപ്പുകളാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ സബ്സെക്ഷൻ ഉപവകുപ്പ് 1 ഒരു ചെറിയ ഭേദഗതി, വളരെ കാതലായ മാറ്റങ്ങൾ അതിനകത്തില്ല. എന്നാലും ഓംബുഡ്സ്മാൻ്റെ പ്രാധാന്യം പരിഗണിച്ച് ആ 6 സബ്സെക്ഷനും ആ മാറ്റവും ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് സെക്ഷൻ 1 പറയുന്നത് ഗവൺമെൻറ്റിന്, സർക്കാരിന് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഒരു സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. ആ സ്കീമിൻ്റെ പേര് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം എന്നാണ്. ആ സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒബ്ജക്റ്റാണ് ആ ഒന്നാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. നമ്മുടെ ബാങ്കിങ് സേവനങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, അതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹരണത്തിന് വേണ്ടിയിട്ട്, റിഡ്രസലിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതർ സർവീസസ് റെൻഡേർഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങളുടെ മറ്റ് സേവനങ്ങളിലുണ്ടാകുന്ന കുറവുകൾ അല്ലെങ്കിൽ അതിന്മേലുള്ള പരാതികൾ സംബന്ധിച്ചും നമ്മൾ പരാതിപ്പെടേണ്ട ഫോറമാണ് കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരേ ഒരു ഭേദഗതി എന്ന് പറയുന്നത് അതർ സർവീസസ് റെൻഡേർഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ് എന്നാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉണ്ടായിരുന്നത്. അത് സുഹൃത്തുക്കൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ്, ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ഭാഗം മാറി ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ ബാങ്കിങ് സംബന്ധമായ തർക്കങ്ങൾ, കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്നാണ് പുതിയ അമെൻമെൻറ്റിൽ ഇനി ബാക്കി അവശേഷിക്കുന്ന പ്രസക്തമായ ഭാഗം. അത് കാണാൻ കഴിയുന്നുണ്ട്. ഒമിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്ന ഭാഗം ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ അതർ സർവീസസ് റെൻഡേർഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് മാത്രം മതി. സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കിങ് ബിസിനസ് നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു വേർഷൻ അതിനകത്തില്ല. ഇനി രണ്ടാമത്തെ സബ്സെക്ഷനിൽ പറയുന്നതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കുക. സർക്കാരിന് ഒരു ആളിനെ ഓംബുഡ്സ്മാനായി അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ഓംബുഡ്സ്മെൻ ആയി നിയമിക്കാനുള്ള അധികാരമുണ്ടായിരിക്കും എന്നതാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. ഇതിൽ യാതൊരു ഭേദഗതിയും. സബ്സെക്ഷൻ 3 പറയുന്നവരുടെ ഏജ് ലിമിറ്റിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ കാലാവധിയെ സംബന്ധിച്ചാണ്. ഓംബുഡ്സ്മാൻ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓഫീസിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ 3 വർഷക്കാലമായിരിക്കും അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഓംബുഡ്സ്മാൻ്റെ അപ്പർ ഏജ് 65 എത്തുന്നത് വരെയോ ഏതാണോ ആദ്യം അത് എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ക്ലോസിലും ഈ സബ്സെക്ഷനിലും യാതൊരു മാറ്റവുമില്ല. ഇനി 4ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഓംബുഡ്സ്മാൻ്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചാണ്. അത് കൃത്യമായി തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ 4ാമത്തെ സബ്സെക്ഷനിൽ. ഓംബുഡ്സ്മാൻ്റെ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് 10 വർഷത്തെ ബാർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, കോടതി പരിചയം ഉണ്ടായിരിക്കണം, ബാർ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ സഹകരണ ബാങ്കിങ് മേഖലയിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഈ സബ്സെക്ഷന് യാതൊരു മാറ്റവുമില്ല. ഇത് അതേപടി തന്നെ ഇപ്പോഴും തുടരും. ഇനി 5ാമത്തെ സബ്സെക്ഷനിൽ ഇതിൻ്റെ പവേഴ്സിനെ സംബന്ധിച്ചാണ്, ഓംബുഡ്സ്മാൻ്റെ പവേഴ്സിനെ സംബന്ധിച്ചാണ്. അത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത ഒരു സ്കീം ഉണ്ടല്ലോ. എന്താണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം തയ്യാറാക്കണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചു. ആ സ്കീമിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ള ഫങ്ഷൻസ്, പവേഴ്സ്, ഡ്യൂട്ടീസ് ഇതൊക്കെയായിരിക്കും ഓംബുഡ്സ്മാന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സബ്സെക്ഷൻ 5 പറയുന്നത്. അതിൽ യാതൊരു അവശേഷിക്കുന്ന ഒരേ ഒരു സബ്സെക്ഷൻ 6 ആണ്. അതിൽ സർക്കാർ നിയന്ത്രണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഓംബുഡ്സ്മാൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണ അധികാരി
ഗവൺമെൻറ് ആയിരിക്കും, സർക്കാരായിരിക്കും. ഇതിൽ യാതൊരു മാറ്റവുമില്ല. നേരത്തെയുള്ള സബ്സെക്ഷൻ തന്നെയാണ് ഭേദഗതികൾ. ഒരു തർക്ക പരിഹാര സംവിധാനമായ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ അധികാരങ്ങളും അതിൻ്റെ ഘടനയും സംബന്ധിച്ച് കൃത്യമായ അറിവ് സഹകാരികൾക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിക്കാണും എന്ന പ്രതീക്ഷയോടെ അടുത്ത ഭാഗത്തിലേക്ക് 41ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലാണ്. അത് അവാർഡ്സ് ഓൺ ഡിസ്പ്യൂട്ട്സ് എന്നുള്ളതാണ്. തർക്കങ്ങളിൽ മേൽ നമ്മൾ നൽകുന്ന അവാർഡുകൾ അവാർഡുകൾ എന്താണ് നമുക്കറിയാം. ഒരു തർക്കമുണ്ടായാൽ അത് കേട്ടതിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡി നൽകുന്ന വിധിയാണ് നമ്മൾ അവാർഡ് എന്ന് പറയുക. അപ്പോൾ അത്തരം അവാർഡുകളെ സംബന്ധിച്ചുള്ള വിശദമായ പ്രതിപാദ്യങ്ങൾ 6 ഉപവകുപ്പുകളിലായിട്ടാണ് സെക്ഷൻ 70 പ്രതിപാദിച്ചിട്ടുള്ളത്. ഡിസ്പ്യൂട്ടുകളും അതിന്മേലുള്ള അവാർഡും വിധിയും അത് സംബന്ധിച്ച് 6 സബ്സെക്ഷനുകളാണുള്ളത്. ഇപ്പോഴത്തെ അമെൻമെൻറ്റിൽ 6ാമത്തെ സബ്സെക്ഷനിൽ ഒരു ചെറിയ ഭേദഗതി മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. അത് എങ്കിലും ഈ ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ചും അതിന്മേലുണ്ടാകുന്ന അവാർഡിനെ സംബന്ധിച്ചും ഒരു പൊതുധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 6 സബ്സെക്ഷനും പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കുന്നത്. 1ാമത്തെ ഉപവകുപ്പിൽ വിശദമായി പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് തന്നെ പഠിച്ചു. സെക്ഷൻ 69 സബ്സെക്ഷൻ 1 നമ്മളിപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന തർക്കങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അത്തരം തർക്കങ്ങളിൽ മേൽ ഒരു റെഫറൻസ് ലഭിച്ചാൽ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന തർക്കങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതിൽ ഒരു റെഫറൻസ് ലഭിച്ചാൽ നമ്മളുടെ ഈ ആക്ട്, ഈ റൂള് അല്ലെങ്കിൽ ബൈല നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ പ്രകാരം 1 വർഷത്തിനുള്ളിൽ അതിന്മേൽ അവാർഡ് പുറപ്പെടുവിക്കേണ്ടതാണ്. അതിൻ്റെ കാലപരിധിയാണ് ഇതിനകത്ത് കൃത്യമായി പറയുന്നത്. 1 ഇയറാണ് ഇതിൻ്റെ കാലാവധി. ഇത് പിന്നെ സെക്ഷൻ 82 ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാവുന്ന സാഹചര്യങ്ങളാണ് സെക്ഷൻ 82 പറയുന്നത്. അതിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും എന്നുകൂടി ഈ സബ്സെക്ഷൻ 1 പറയുന്നു. അപ്പോൾ ഒറ്റ കാര്യം, 1 ഇയറാണ് കാലാവധി. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന തർക്കങ്ങളിൽ മേലുള്ള വിധി 1 വർഷത്തിനകം ആക്ട് ആൻഡ് റൂൾസിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട്, ബൈലയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് തീർപ്പാക്കിയിരിക്കണം. അവാർഡ് പുറപ്പെടുവിച്ചിരിക്കണം. ഈ അവാർഡ് സെക്ഷൻ 82 ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ അത് ബാധകമായിരിക്കും എന്ന് കൂടി ഈ 1ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞു വയ്ക്കുന്നു. അതിൽ യാതൊരു മാറ്റവും. ഈ അവാർഡിനെ സംബന്ധിച്ച് 2ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് ഒരു ഇടക്കാല ഉത്തരവിനെ സംബന്ധിച്ചാണ്, ഒരു ഇൻ്ററിം ഓർഡറിനെ സംബന്ധിച്ചാണ്. അപ്പോൾ സെക്ഷൻ 69 ആണല്ലോ ആർബിട്രേഷൻ കോടതിയുടെ പിന്നെ ജൂറിസ്ഡിക്ഷൻ്റെ സാധ്യതകൾ നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ അതിന് കീഴിൽ വരുന്ന ഒരു തർക്കത്തിൽ, ഒരു ഡിസ്പ്യൂട്ടിൽ അവാർഡ് പുറപ്പെടുവിക്കാൻ ഒരു നടപടിക്രമങ്ങളിൽ ഒരു കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി തോന്നുന്ന പക്ഷം, അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന പക്ഷം, ഈ ആർബിട്രേഷൻ കോടതിക്ക് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ സബ്സെക്ഷൻ 2 പറയുന്നത്. ഈ അധികാരത്തിനും യാതൊരു മാറ്റവും പുതിയ അമെൻമെൻറ്റ് സബ്സെക്ഷൻ 3 പറയുന്നത് നമ്മുടെ ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ അധികാരത്തെ സംബന്ധിച്ചാണ്. അതിൽ പല സഹകാരികൾക്കും പല സഹകരണ സ്ഥാപനങ്ങളും അവരുടെ അധികാരത്തിൻ്റെ എക്സ്റ്റെൻഡിനെ സംബന്ധിച്ച് കൃത്യമായ സംശയങ്ങളുണ്ട്. അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, CPC സിവിൽ പ്രൊസീജിയർ കോഡ് 1908 കേന്ദ്ര നിയമമാണ്. ആ സിവിൽ പ്രൊസീജിയർ കോഡ് ഓഫ് 1908 പ്രകാരം സിവിൽ കോടതിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന അതേ അധികാരങ്ങൾ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും ഉണ്ടായിരിക്കും. താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഈ അധികാരമുണ്ടാകുക എന്ന് കൃത്യമായും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല. ഏതൊക്കെ സാഹചര്യങ്ങളാണ്, സംഗതികളിലാണ് ഈ അധികാരം ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേസിൻ്റെ നടപടിക്രമ വേളയിൽ എതിർകക്ഷിയെ, അതിനെ നമ്മൾ ഡിഫൻഡൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സാക്ഷി, അതിനെ വിറ്റ്നസ് എന്ന് പറയും. അപ്പോൾ ഡിഫൻഡൻറ്റിനെ അല്ലെങ്കിൽ സാക്ഷിയെ ഏതെങ്കിലും സാഹചര്യത്തിൽ വിളിച്ചു വരുത്തുന്നതിനും സമൻ ചെയ്യുന്നതിനുള്ള അധികാരം ഈ ആർബിട്രേഷൻ കോടതി കൃത്യമായിട്ടുണ്ടാകും. പിന്നെ സാക്ഷി വിസ്താരത്തിനുള്ള, എക്സാമിനിങ് ദ വിറ്റ്നസ് എന്നാണ് അതിന് ായി പറയുക. അപ്പോൾ അതിനുള്ള അധികാരം ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫൻഡൻറ്റിനെ അല്ലെങ്കിൽ സാക്ഷിയെ, വിറ്റ്നസിനെ വിളിച്ചു വരുത്താനുള്ള സമ്പൂർണ്ണമായ അധികാരം സിവിൽ കോടതിക്കുള്ള അതേ അധികാരം തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ സെക്ഷനിൽ, ഈ ഉപവകുപ്പിൻ്റെ ഈ ക്ലോസിൽ പറയുന്നു. 2ാമത്തെ അധികാരം ആയിട്ട് പറയുന്നത് ഈ തെളിവ് ഹാജരാക്കാൻ, അല്ലെങ്കിൽ എവിഡൻസ് എന്നാണ് ഒരു കോടതി ഭാഷ്യത്തിൽ പറയുക. എവിഡൻസിന് ഉദ്ദേശിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ വസ്തുവകകൾ
ഈ വേളയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കാനുള്ള അധികാരം നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് സിവിൽ കോടതികൾ പോലെ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ഈ സബ്സെക്ഷൻ 2-ൽ അതിൻ്റെ ക്ലോസ് 2-ൽ പറയുന്ന മറ്റൊരു അധികാരം. അതിലും യാതൊരു മൂന്നാമത് ക്ലോസിൽ പറയുന്ന ഈ സബ്സെക്ഷൻ 3-ൻ്റെ മൂന്നാമത് പറയുന്ന അധികാരം എന്ന് പറയുന്നത് ഈ എവിഡൻസിൻ്റെ സമയത്ത് ഒരു സത്യപ്രസ്താവന, ഒരു ഓത്ത് നടത്തിക്കുന്നുള്ള അധികാരം മറ്റ് കോടതിയെ പോലെ തന്നെ ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനും ഉണ്ടായിരിക്കും. തെളിവ് സ്വീകരിക്കുന്നതിനായി ഉള്ള പ്രസ്താവന എന്നാണ് അതിന് പറയുക. ആ അധികാരവും ഈ കോടതിക്ക്. ഇനി നാലാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്നത്, ഈ സബ്സെക്ഷൻ 3-ൻ്റെ നാലാമത്തെ ക്ലോസ് ആയിട്ട് പറയുന്ന മറ്റൊരു അധികാരം എന്ന് പറയുന്നത്, ഇത്തരം എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ ആ തെളിവുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്താൻ, അതിനെ നമ്മൾ പറയുന്നത് കമ്മീഷനെ ചുമതലപ്പെടുത്തുക എന്നാണ്. അത്തരം കമ്മീഷനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് ഉണ്ടായിരിക്കും. ഈ ക്ലോസിലും മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഇതൊക്കെ അവരുടെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പ്രതിപാദിച്ചു. ക്ലോസ് 5 പറയുന്നതിൽ കാര്യമുള്ളതല്ല. എല്ലാ നിയമത്തിൻ്റെയും അവസാനം പറയും പോലെ ഏതെങ്കിലും മറ്റ് അവകാശങ്ങൾ കൽപ്പിച്ച് നൽകിയാൽ അവയും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് കാലാകാലങ്ങളിൽ ഉണ്ടാവും എന്നുള്ള ഒരു അവകാശമാണ് ഇതിൻ്റെ ക്ലോസ് 5-ാമതായി പറയുന്നത്. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഇനി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് 69(1) പ്രകാരം ഉള്ള അവകാശ അധികാരങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഇത്തരം റെഫറൻസ് ഡിസ്പ്യൂട്ടുകളെ സംബന്ധിച്ചുള്ള റെഫറൻസ് 69 പ്രകാരം രജിസ്ട്രാറുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കേസാണെങ്കിൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പവേഴ്സ്, അധികാരങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സബ്സെക്ഷൻ 4-ൽ പറയുന്നത്. അപ്പോൾ ഇത്തരം 69(1) പ്രകാരം ഒരു റെഫറൻസ്, തർക്കത്തെ സംബന്ധിച്ച് ഒരു പരാമർശം ലഭിച്ചാൽ പിന്നെ രജിസ്ട്രാർ ചെയ്യുന്ന നടപടിക്രമം എങ്ങനെ, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കേസ് അതിൻ്റെ നടപടിക്രമം, അവരുടെ അവകാശങ്ങൾ നോക്കിയതുപോലെ തന്നെ രജിസ്ട്രാറുടെ കീഴിലും ഇത്തരം കാര്യങ്ങൾ ഈ പ്രിൻസിപ്പൽ ആക്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലാണൊരു മാറ്റവും ഒരു അമെൻമെൻറ്റും കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇത്തരം റെഫറൻസ് കിട്ടിയാൽ രജിസ്ട്രാർക്ക് 3 കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നത്, ഒന്നുകിൽ സ്വന്തം നിലയിൽ അതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് രജിസ്ട്രാർക്ക് എത്താൻ കഴിയും. അങ്ങനെയുള്ള കേസുകളിൽ ആ നിലയിലേക്ക് എത്തുക, അതാണ് അതിൻ്റെ ക്ലോസ്, ഈ ഉപവകുപ്പ് 4-ൻ്റെ ക്ലോസ് എയിൽ പറയുന്നത്. സ്വന്തം നിലയ്ക്ക് രജിസ്ട്രാർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിനെ ഏതെങ്കിലും ഒരാളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിക്ഷിപ്തമാക്കി അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഇതിൻ്റെ അവാർഡിന് വേണ്ടിയിട്ട് നൽകാൻ കഴിയും എന്നുള്ളതാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ആണ് രജിസ്ട്രാറുടെ കേസിൽ പറയുന്നത്. രജിസ്ട്രാർ നിയമിച്ചിട്ടുള്ള ഒരു ആർബിട്രേറ്റർ നിയമിച്ചുകൊണ്ട് ഇത് തർക്കം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ 3 തരത്തിലാണ് രജിസ്ട്രാർക്ക് റെഫറൻസ് കിട്ടിയാൽ ചെയ്യേണ്ടത്. സ്വന്തം നിലയ്ക്ക് ചെയ്യാം, ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ആർബിട്രേറ്ററെ നിയമിച്ചുകൊണ്ട് തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഒരു പ്രൊവിഷൻ ഉണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു പ്രൊവിഷൻ ചേർത്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ബിയിൽ പറയുന്ന ക്ലോസ് ബിയിൽ പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, രജിസ്ട്രാർക്ക് ഗവൺമെൻറ് നിയമിക്കപ്പെടുന്ന അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളിനെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. ആ ഒരു കേസിൽ ഉള്ള ഒരു എക്സംഷൻ കേസാണ്. അത്തരം ഒരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ അത് അദ്ദേഹത്തിന് തുല്യമായ പദവിയിലുള്ളതോ അദ്ദേഹത്തിൻ്റെ പദവിയേക്കാൾ അദ്ദേഹത്തിന് സീനിയർ ആയിട്ടുള്ളൊരു ഓഫീസറെയോ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല. അദ്ദേഹത്തിന് താഴെയുള്ളൊരു ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കണം ഈ നിയമനം ഉദ്യോഗസ്ഥനെ ആയിരിക്കണം ഇത്തരത്തിൽ നിയമിക്കേണ്ടത് എന്നാണ് ഈ ക്ലോസ് ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സബ്സെക്ഷൻ 4-ൽ രജിസ്ട്രാറുടെ അധികാരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് സബ്സെക്ഷൻ 5-ൽ പറയുന്നത്. അപ്പോൾ ഇത്തരം 3 തരത്തിൽ ആണ് രജിസ്ട്രാർ ഒരു റെഫറൻസ് കിട്ടിയാൽ അടുത്ത നടപടി സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന്, രജിസ്ട്രാർക്ക് സ്വന്തം നിലയിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആർബിട്രേറ്ററെ നിയമിച്ചുകൊണ്ട്. അപ്പോൾ ഈ 3 കേസിലും നമ്മൾ ഒരു ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലും അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വിളിക്കാനുള്ള അധികാരം രജിസ്ട്രാർക്ക് ഉണ്ടായിരിക്കും, അതിനെ വിഡ്രോ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. ഇതാണ് സബ്സെക്ഷൻ 5-ൽ പറയുന്നത്. ഇത്തരം തീരുമാനമെടുത്ത ശേഷം അത് വിഡ്രോ ചെയ്യാനുള്ള ഏതെങ്കിലും ജെനുവിൻ റീസൺസ് വന്നാൽ ഇത് വേണ്ട എന്ന് തീരുമാനിച്ച് പുതിയ ഓർഡേഴ്സ് കൊടുക്കാനുള്ള അധികാരം RCSന് ഉണ്ടാകും എന്നാണ് സബ്സെക്ഷൻ 5-ൽ പറയുന്നത്. അതിലും യാതൊരു മാറ്റവും നമ്മുടെ അമെൻമെൻറ്റിൽ സബ്സെക്ഷൻ 6-ആണ്. ആ 6-ലാണ് ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിൻസിപ്പൽ ആക്ടിൽ പറയുന്ന സംഗതി ഇതായിരുന്നു. നമ്മൾ നേരത്തെ ആർബിട്രേഷൻ കോർട്ടിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പറഞ്ഞതുപോലെ തന്നെ രജിസ്ട്രാർക്കും ആ കാറ്റഗറിയിൽ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രജിസ്ട്രാറിൻ്റെ 3 അധികാരങ്ങൾ ഞാൻ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞു. സ്വന്തം നിലയിൽ തീർപ്പാക്കാം, അതുപോലെ തന്നെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിലൂടെ
അവാർഡുകൾ നടപടികൾ തീർപ്പാക്കാം. അതുപോലെ തന്നെ ആർബിട്രേറ്ററെ നിയമിച്ച് അവാർഡ് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ഈ 3 കേസിലും അപ്പീൽ പ്രൊവിഷൻ ഉണ്ടാവും. സെക്ഷൻ 82 ആണ്, അപ്പീൽ ടു ട്രിബ്യൂണലാണ് 82-ൽ പറയുന്നത്. തൊട്ടുമുമ്പ് തന്നെ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ തീരുമാനത്തിന് വിധേയമായിരിക്കും അന്തിമ തീരുമാനം. അപ്പീൽ പോയാൽ ട്രിബ്യൂണലിൻ്റെ തന്നെയായിരിക്കും എന്ന് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇവിടെയും ഇങ്ങനെ ഏതെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പെൻഡിങ് നിൽക്കുകയാണെങ്കിൽ, ഇതിനുശേഷവും പെൻഡിങ് നിൽക്കുകയാണെങ്കിൽ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണമെങ്കിൽ ഒരു ഇന്റർലോക്യൂട്ടറി ഓർഡർ, അതിനെ ഇടക്കാല ഉത്തരവുകൾ എന്ന് പറയും, അങ്ങനെയുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനും RCSന് അധികാരം ഉണ്ടായിരിക്കും. ഇവിടെ വന്നിരിക്കുന്ന ഒരേ ഒരു മാറ്റമെന്ന് പറയുന്നത് ഇത്തരം അവാർഡുകൾ ഈ റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു സമയപരിധിയാണ് ഈ അമെൻമെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സബ്സെക്ഷൻ സിയിൽ രജിസ്ട്രാറുടെ തീർപ്പിനെ സംബന്ധിച്ച് കാലപരിധി നിശ്ചയിച്ചിരിക്കുന്നു. അവാർഡ് 1 ഇയറിന് ഉള്ളിൽ റെഫറൻസ് കിട്ടിയാൽ എടുത്തിരിക്കണം എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരേ ഒരു മാറ്റം. ബാക്കി നടപടിക്രമത്തിലോ ഇതിൻ്റെ നിയമസംഹിതയിലോ യാതൊരു മാറ്റവും ഈ സെക്ഷനിൽ ഇല്ല. ഇത് സമ്പൂർണ്ണമായി നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത ഭാഗത്തേക്ക് നോക്കണം. ആകെയുള്ളൊരു മാറ്റം പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നത് ഇത്തരം ഒരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേലുള്ള നടപടിക്രമങ്ങൾ അവാർഡ് 1 ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏതിൻ്റെ കേസിൽ? മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 1 ഇയറിനുള്ളിൽ ഇതിന്മേൽ അവാർഡ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പുതിയ അമെൻമെൻറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സമയപരിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഏതിൻ്റെ കേസിൽ? മോണിറ്ററി ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ. മറ്റ് നടപടിക്രമത്തിലും പവേഴ്സിലും കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലും രജിസ്ട്രാർക്കും ഉള്ള നടപടിക്രമങ്ങൾ ആൾമോസ്റ്റ് ഈക്വലാണ്. അതിനൊന്നും യാതൊരു മാറ്റവും ഭേദഗതിയുമില്ല. ആകെയുള്ള ഒരു ടൈം ലിമിറ്റ് ഈ സബ്സെക്ഷൻ 6-ൽ മാത്രം. സെക്ഷൻ 70 പ്രകാരമുള്ള തർക്കങ്ങളിന്മേലുള്ള അവാർഡ്സ് ഓൺ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലെ ഉപവകുപ്പുകൾ കൃത്യമായി ഭേദഗതി ഉൾപ്പെടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. നമുക്ക് ഈ സമ്പൂർണ്ണ ഭേദഗതിയുടെ 42ാമത്തെ അമെൻമെൻ്റ് ഒന്ന് പരിശോധിക്കാം. അത് സെക്ഷൻ 70A-യിലാണ്. സെക്ഷൻ 70A പലവട്ടം നമ്മൾ റെഫർ ചെയ്ത് പോയിട്ടുള്ള ഒരു സെക്ഷനാണ്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ സംബന്ധിച്ചുള്ള പ്രധാന സെക്ഷനാണ് സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അപ്പോൾ നമ്മൾ 69-ൽ പറഞ്ഞതോ? 69-ൽ പറഞ്ഞത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്കും രജിസ്ട്രാർക്കും കൈകാര്യം ചെയ്യേണ്ടുന്ന തർക്കങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിപാദ്യങ്ങൾ ഡിഫറൻസിയേഷനാണ് 69-ൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ സംബന്ധിച്ചുള്ള ഒരു നിയമം സെക്ഷൻ 70A തന്നെയാണ്. അതിൻ്റെ അമെൻമെൻറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നമുക്ക് വളരെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് 70A എന്ന് പറയുന്ന സെക്ഷനിൽ 5 ഉപവകുപ്പുകളാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉള്ളത്. ആ 5 ഉപവകുപ്പിൽ 2ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നതാണ് ഈ ആർബിട്രേഷൻ കോടതിയുടെ ആർബിട്രേറ്റർ എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ചുള്ള പ്രതിപാദ്യമാണ് സബ്സെക്ഷൻ 2-ൽ പറയുന്നത്. അവിടെ ഒരു ഇൻസെർഷൻ നടത്തി അതിൻ്റെ ക്വാളിഫിക്കേഷൻ അടപടലം മാറ്റി. അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഭേദഗതി. അതുൾപ്പെടെ നമുക്ക് ഈ 70A ഒന്ന് സമൂലം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് സബ്സെക്ഷൻ 1-ൽ പറയുന്നത്. സർക്കാരാണ് ഇതിൻ്റെ നിയമനാധികാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേസിൻ്റെ ബാഹുല്യം മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സർക്കാരിന് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ആവശ്യമുള്ളത്ര കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികൾ സ്ഥാപിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് സബ്സെക്ഷൻ 1-ൽ പറയുന്നത്. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മാറ്റം വരുത്തിയത് 2-ലാണെന്ന് ഞാൻ പറഞ്ഞു. അതിലേക്ക് നമുക്ക് എത്താം. ഇനി ഇതിൽ പറഞ്ഞിരുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മുമ്പുണ്ടായിരുന്ന ഇതാണ്: സഹകരണ ആർബിട്രേഷൻ കോടതിയിൽ നിയമിക്കപ്പെടുന്നവരുടെ യോഗ്യത, അതിൻ്റെ കാലാവധി, മറ്റ് ആനുകൂല്യങ്ങൾ ഇവ സംബന്ധിച്ച് സർക്കാർ അതത് സമയം നിശ്ചയിക്കുന്നതായിരിക്കും എന്നുള്ള വിധത്തിലാണ് നമ്മൾ നേരത്തെ സബ്സെക്ഷൻ 2-ൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് മാറ്റി മറ്റൊരു സബ്സെക്ഷനാണ് ഇൻസെർട്ട് ചെയ്തിട്ടുള്ളത് 2 ആയിട്ട്. അത് മാറ്റിയിരിക്കുന്നത് അതിനെ പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് പറയുക. പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് shall be an officer of and above the rank of a municipal magistrate of the judicial service. അപ്പം ജുഡീഷ്യൽ സർവീസിലുള്ള ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റിൻ്റെ റാങ്കിൽ മുകളിലുള്ള ഒരാളായിരിക്കും ഈ ആർബിട്രേഷൻ കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നു. അതിൻ്റെ ടെക്സ്റ്റ് ഇവിടെ കൂട്ടുകാർ കാണാൻ വേണ്ടി കഴിയും. ഞാനത് വായിക്കാം. സബ്സെക്ഷൻ 2 ശ്രദ്ധിക്കുക. ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ ആർബിട്രേഷൻ കോർട്ട് ഷാൽ ബി ആൻ ഓഫീസർ ഓഫ് ആൻഡ് എബോവ് ദ റാങ്ക് ഓഫ് എ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ്. അപ്പോൾ അതിൻ്റെ
ക്വാളിഫിക്കേഷൻ യോഗ്യത സമൂലമായി 70A മൂന്നാമത്തെ സബ്സെക്ഷനിൽ യാതൊരു മാറ്റവുമില്ല. അതിൻ്റെ വളരെ നിസ്സാരമായൊരു സംഗതിയാണ് പറയുന്നത്. ഈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങളെ സംബന്ധിച്ച ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് നിക്ഷിപ്തമായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും സബ്സെക്ഷൻ 4-ലും അതിൽ യാതൊരു മാറ്റവുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ സ്മൂത്തായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സഹകരണ ആർബിട്രേഷൻ കോടതിയെ സഹായിക്കുന്നതിനായി ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. സെക്ഷൻ 5-ൽ പറയുന്നത് ഇത്തരത്തിൽ ജീവനക്കാരെ നിയമിക്കുമ്പോൾ അവർ ഒരു കോടതി സംവിധാനത്തിലേക്ക് മാറുന്നു എന്ന് കരുതി അവർ സർക്കാർ ജീവനക്കാരല്ലാതായി മാറുന്നില്ല. അവർക്ക് സർക്കാരിൻ്റെ സേവന വേതന വ്യവസ്ഥകൾ തന്നെയായിരിക്കും ബാധകം എന്ന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷനാണ് സബ്സെക്ഷൻ 5-ൽ പറയുന്നത്. അതിലൊന്നും മാറ്റമില്ല. അതേ അധികാരികൾക്ക് സെക്ഷൻ 70A പ്രകാരമുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ നിയമനവും അതിൻ്റെ ക്വാളിഫിക്കേഷനും അതിൻ്റെ നടപടിക്രമങ്ങളും തമ്മിലുള്ള 5 സബ്സെക്ഷനുകളും വന്ന ഒരു പ്രധാന ഭേദഗതി, അവരുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച പ്രധാന ഭേദഗതി ഉൾപ്പെടെ കൃത്യമായി മനസ്സിലായി കാണും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി അടുത്ത 5ാമതായി കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി സെക്ഷൻ 73-ലാണ്. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററാണ്. അതിനകത്ത് 4 ഉപവകുപ്പുകളാണ് പ്രിൻസിപ്പൽ ആക്റ്റിൽ ഉള്ളത്. സബ്സെക്ഷൻ 1, 2, 2A, 3 ഈ തരത്തിൽ. ഇതിൽ 2Aയിലാണ് ഒരു അഡീഷനും ഒരു സബ്സ്റ്റിറ്റ്യൂഷനും വരുത്തിയിരിക്കുന്നത്. അവ ഉൾപ്പെടെ നമുക്ക് ഈ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ 73 ആണെങ്കിൽ നമുക്കറിയാം 71 വൈൻഡിങ് അപ്പാണ്, 72 ലിക്വിഡേറ്റർ ആണ്, 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ്. അതിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റേഴ്സിൻ്റെ ഈ 4 അധികാരങ്ങൾ, ലിക്വിഡേറ്റർ അധികാരങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് ഈ ഭേദഗതി ഉൾപ്പെടെ ഈ സെക്ഷൻ 73-യുടെ സബ്സെക്ഷൻ 1-ലാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ്റെ പരമപ്രധാനമായ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 72 പ്രകാരമാണ് നമുക്കറിയാം ഒരു ലിക്വിഡേറ്ററെ നിയമിക്കുന്നത്. അങ്ങനെ ഒരു നിയമന ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ലിക്വിഡേറ്റർക്ക് സംഘത്തിൻ്റെ അസറ്റുകളുടെ പൂർണ്ണ സംരക്ഷകൻ അല്ലെങ്കിൽ അധികാരി അതിനുശേഷം ലിക്വിഡേറ്റർ ആയിരിക്കും. അദ്ദേഹത്തിന് അത് സെയിൽ നടത്താനുള്ള അധികാരമുണ്ട്. സെയിൽ നടത്തി വിൽപ്പന മൂലം ലിക്വിഡേറ്റർക്ക് തുക ഈടാക്കാനുള്ള അധികാരമുണ്ടായിരിക്കും. അപ്പോൾ ആസ്തികൾ vested upon the liquidator and he has the right to sell all the assets vested upon him എന്നുള്ളതാണ് സബ്സെക്ഷൻ 1-ൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അധികാരം. ഇനി സബ്സെക്ഷൻ 2-ലാണ് നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡേറ്ററുടെ സമഗ്ര അധികാരങ്ങളെ സംബന്ധിച്ച് 10 അധികാരങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ അധികാരങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓടിച്ചു നോക്കാം, നമ്മൾ അറിവിന് വേണ്ടി മാത്രം. സബ്സെക്ഷൻ 2-ൽ ആദ്യം പറയുന്നത് രജിസ്ട്രാറുടെ നിയന്ത്രണത്തിന് വിധേയമായി സംഘത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നതിനും ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അത് ഡിഫെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട് ഓൺ ബിഹാഫ് ഓഫ് ദി സൊസൈറ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം. കേസ് നടത്തുന്നതിനുള്ള അധികാരമാണ് ലിക്വിഡേറ്റർക്ക് ആദ്യം തന്നെ കൽപ്പിച്ച് നൽകുന്നത്. അത് ക്ലോസ് എ, സബ്സെക്ഷൻ 2-ൻ്റെ ക്ലോസ്. ഇനി ക്ലോസ് ബിയിൽ പറയുന്നത് കടങ്ങൾ അല്ലെങ്കിൽ സംഘത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുകകൾ ഈടാക്കാനുള്ള അധികാരത്തെ സംബന്ധിച്ചാണ്. ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് മെമ്പർ, പഴയ മെമ്പർ, അല്ലെങ്കിൽ മരിച്ചുപോയ മെമ്പർ, അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസ്, നിയമപരമായിട്ടുള്ള അവരുടെ നോമിനീസ്, അല്ലെങ്കിൽ ഒരു ഓഫീസർ, മുൻ ഓഫീസർ, അവരുടെ ലീഗൽ ഹെയർസ്, ഇവരിൽ നിന്നൊക്കെ സംഘത്തിന് കിട്ടാനുള്ള അസറ്റ്സ് അല്ലെങ്കിൽ തുകകൾ യഥാസമയം ക്ലിപ്തപ്പെടുത്തി ഈടാക്കാനുള്ള അധികാരം നമ്മൾ പറയുന്ന ലിക്വിഡേറ്റർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ക്ലോസ് ബിയിൽ പറയുന്നത്. ഇതും ഒരു വലിയ അധികാരം. സബ്സെക്ഷൻ സിയിൽ പറയുന്നത് സംഘത്തിന് എതിരെയുള്ള ക്ലെയിമുകളാണ്. ഒരു ലിക്വിഡേഷൻ സമയത്ത് സംഘത്തിൽ കിട്ടാനുള്ളതും ഉണ്ടാവും, സംഘം കൊടുക്കാനുള്ളതും ഉണ്ടാവും. 2 രീതിയിലും ഇവിടെ കേസുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവകാശവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഘത്തിനെതിരെയുള്ള അവകാശവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മുൻഗണനാ ക്രമം നിശ്ചയിക്കണം. നമ്മൾ കൊടുക്കേണ്ട ബാധ്യതകൾ സംബന്ധിച്ചുള്ള മുൻഗണനാക്രമം, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയും. പ്രയോറിറ്റി നിശ്ചയിക്കണം. അതിനുള്ള അധികാരം നമ്മുടെ ലിക്വിഡേറ്റർക്ക്. ക്ലോസ് ഡിയിൽ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമ്മൾ സംഘം കൊടുക്കാനുള്ള അവകാശവാദങ്ങളെ സംബന്ധിച്ചുള്ള പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ അതിന്മേൽ ചിലപ്പോൾ നമ്മൾ ആ ബാധ്യതയ്ക്ക് പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പലിശ നിശ്ചയിക്കാൻ നമ്മുടെ ഈ ലിക്വിഡേറ്റർക്ക് അധികാരമുണ്ടാകും. അത് നിയമത്തിന് വിധേയമായിട്ട് നിശ്ചയിച്ച് നൽകാവുന്നതാണ് എന്നാണ്
ഈ പറയുന്ന ക്ലോസ്. ഇനി ക്ലോസ് ഇയിൽ ലിക്വിഡേഷൻ്റെ കോസ്റ്റ് നിശ്ചയിക്കാനുള്ള ലിക്വിഡേറ്ററുടെ അധികാരം സംബന്ധിച്ചാണ്. ഇതിൽ ഏതൊക്കെ പേഴ്സൺസ്, ഏതൊക്കെ വ്യക്തികൾ ഏതെല്ലാം തരത്തിൽ ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോസ്റ്റ് മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിശ്ചയിക്കാനുള്ള അധികാരം നമ്മുടെ ലിക്വിഡേറ്റർ കൃത്യമായി ഉണ്ടാകും എന്നാണ് ഈ ക്ലോസ് ഇയിൽ പറയുന്നത്. അതിൽ എഫിൽ പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ അദ്ദേഹം അംഗമാണോ, അല്ലെങ്കിൽ അദ്ദേഹം പാസ്റ്റ് മെമ്പറാണോ, മുൻ അംഗമാണോ, അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പറാണോ, ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനം, നയപരമായ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം നമ്മുടെ ലിക്വിഡേറ്റർക്ക് ഉണ്ടാകും. അത് പറയുന്നത് ഒരു സംഘം ലിക്വിഡേറ്റ് ചെയ്യേണ്ടതാണെന്ന് കൃത്യമായ ബോധ്യം ലിക്വിഡേറ്റർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് സംഘത്തിൻ്റെ ആസ്തികൾ കൈക്കലാക്കുക എന്നുള്ളതാണ്. ആസ്തികൾ കളക്ട് ചെയ്യുന്നതിനും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനും അത് വിതരണം ചെയ്യുന്നുള്ള അധികാരം ലിക്വിഡേറ്റർക്ക് ഉണ്ടാകും. അതിലും ക്ലോസ് എച്ചിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. സംഘം ലിക്വിഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ലിക്വിഡേറ്റർക്ക് യുക്തമെന്ന് തോന്നുന്ന പക്ഷം സംഘം ചെയ്തുകൊണ്ടിരുന്ന ആ ബിസിനസ്, വ്യാപാരം തുടർന്നും നടപടികൾ അവസാനിപ്പിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള അധികാരം ലിക്വിഡേറ്റർക്ക് ഉണ്ടാകും. അത് പ്രധാനമായ സംഗതിയാണ്. വൈൻഡിങ് അപ്പ് ഓർഡർ വന്നു അല്ലെങ്കിൽ വൈൻഡിങ് നടപടികൾ ആരംഭിച്ചു എന്ന് പറഞ്ഞ് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പടി നിർത്തേണ്ടതില്ല, വ്യാപാരം കണ്ടിന്യൂ ചെയ്യാം. അതിനുള്ള അധികാരം, വിവേചന അധികാരം ആർക്കാ? ഐയിൽ പറയുന്ന ഒരു ലിക്വിഡേറ്ററുടെ പ്രധാനപ്പെട്ട ഒരു അധികാരമാണ് ലിക്വിഡേഷൻ സമയത്ത് ഏതെങ്കിലും ക്രെഡിറ്റർ അല്ലെങ്കിൽ ഒരാൾ ക്രെഡിറ്ററായി മാറും എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്ന തുക അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ സാധ്യതയുള്ള തുക, ഇവ രണ്ടും രണ്ട് രീതിയിലാണല്ലോ. അങ്ങനെയുള്ള തുകകൾ സംബന്ധിച്ച് അവരുമായി ഒരു നെഗോസിയേഷൻ നടത്തുന്നതിന്, ഒരു കൺസിലിയേഷൻ നടത്തുന്നതിനും അനുരഞ്ജനം നടത്തുന്നതിനും കൊടുക്കാനുള്ള തുകകൾ സംബന്ധിച്ച് ഒരു ധാരണ, ഒരു ഉറപ്പ് അവർക്ക് നൽകുന്നതിനും ഉള്ള അധികാരം നമ്മുടെ ലിക്വിഡേറ്റർക്ക് ഉണ്ടാകും. അത് പ്രധാനപ്പെട്ട ലിക്വിഡേഷൻ നടപടിക്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കരുതാൻ. അതിൽ തുല്യമായ ഒരു ക്ലോസ് ജയിൽ പറയുന്നുണ്ട്. ആ ഡെറ്റേഴ്സിനെ സംബന്ധിച്ചാണ്. ഏതെങ്കിലും ഡെറ്റേഴ്സ് അല്ലെങ്കിൽ കടക്കാർ അല്ലെങ്കിൽ അടയ്ക്കാൻ ഏതെങ്കിലും ബാധ്യത ബാക്കി നിൽക്കുന്ന ആൾക്കാരുമായി അല്ലെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസുമായിട്ട് ഒരു അനുരഞ്ജനം നടത്താവുന്നതും അവരുടെ കടബാധ്യതകൾ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കാം. അത് പൂർണ്ണമായിട്ടോ ഭാഗികമായോ നിയമത്തിന് വിധേയമായി ചെയ്യാനുള്ള അധികാരം നമ്മുടെ ലിക്വിഡേറ്റർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ജയിൽ പറയുന്നത്. അതിലും യാതൊരുമാണ് സബ്സെക്ഷൻ 2A നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് ഈ സമ്പൂർണ്ണ ഭേദഗതിയിൽ മാറ്റം വന്നിട്ടുള്ളത്. 2Aയിലാണ്. ആ 2Aയിൽ എന്താ, അതിൻ്റെ ടൈം ലിമിറ്റിനെ കുറിച്ചാണ് പ്രതിപാദ്യം ഉണ്ടായിരുന്നത്. നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, നമ്മുടെ ലിക്വിഡേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വിതിൻ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് appointment of such liquidator, the liquidation procedure shall be completed എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ ലിക്വിഡേഷൻ നടപടികൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പം മാറ്റി 2 വർഷത്തിനുള്ളിൽ എന്നാക്കിയിരിക്കുന്നു. ടൈം ലിമിറ്റ് ഷിഫ്റ്റഡ് 3 years to 2 years. അത് പ്രധാനമായും നോട്ട് ചെയ്യുക. അപ്പോൾ ലിക്വിഡേഷൻ നടപടികൾ 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചിരിക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ടെക്സ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. അത് ഇങ്ങനെ തിരുത്തി വായിക്കുക. 2A, liquidator shall complete the winding proceedings within a period of 3 years എന്നായിരുന്നു. അത് ഞാൻ മാറ്റിയിരിക്കുന്നത് കാണുന്നുണ്ട്. 2 years, within a period of 2 years from the date of his appointment under subsection 1 of section 72. കൃത്യം ലിക്വിഡേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ടൈം ലിമിറ്റ് 3 വർഷം അല്ല, പിന്നെയോ 2 വർഷം. നോട്ടോടൊപ്പം 2Aയോടൊപ്പം ഒരു വിശദീകരണം, ഒരു എക്സ്പ്ലനേഷൻ നേരത്തെ തന്നെ പ്രിൻസിപ്പൽ ആക്ടിൽ ഉണ്ടായിരുന്നു. അതെന്താണ്, ഒരു അപ്പീൽ. നമ്മൾ വൈൻഡിങ് അപ്പ് സമയത്ത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ചൊരു അപ്പീൽ വന്നാൽ ആ അപ്പീൽ കാലാവധി ഇതിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു 3 വർഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡിങ് അപ്പ് നടപടികൾ, ലിക്വിഡേഷൻ നടപടികൾ 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നുള്ളതിൽ അപ്പീൽ കാലാവധി ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നിടത്തും ഈ 3 വർഷം എന്നുള്ളത് 2 വർഷമാക്കണം. അപ്പോൾ എങ്ങനെയാണ് വായിക്കുക? ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരീഡ് ഓഫ് 3 years എന്നുള്ള മാറ്റി 2 വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പീലുകൾ ഉണ്ടെങ്കിൽ റെഫേർഡ് അഗെയിൻസ്റ്റ് അണ്ടർ ദ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി അണ്ടർ സെക്ഷൻ 71 അപ്പീൽ ഉണ്ടെങ്കിൽ ഷാൽ ബി എക്സ്ക്ലൂഡഡ് എന്നാണ് പറയുക. അപ്പോൾ അവിടെയും 3 വർഷം എന്നുള്ളത് 2ആയിട്ട് തിരുത്തി വായിക്കേണ്ടതാണ്. ഇതാണ് മറ്റൊരു മാറ്റം. അപ്പോൾ ഈ ഭേദഗതിയുടെ തുടർച്ചയായിട്ട് സെക്ഷൻ 2Aക്ക് താഴെയായിട്ട് ഒരു പ്രൊവിസോ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ അഡീഷനാണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇതിൻ്റെ കാലപരിധി ടൈം ലിമിറ്റ് 2 year ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ളൊരു പ്രൊവിസോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ലിക്വിഡേറ്റർക്ക് ലിക്വിഡേഷൻ നടപടികൾ 2 വർഷത്തിനുള്ളിൽ, ഈ നിശ്ചയിച്ച 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വയ്ക്കുക. അത്തരം സാഹചര്യം ഉണ്ടായാൽ
എന്തൊക്കെ തടസ്സങ്ങളാണ് ലിക്വിഡേഷൻ നടപടി 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ ഉപോത്ബലകമായി വരുന്നത്? ആ തടസ്സങ്ങൾ എന്തൊക്കെ? ഈ തടസ്സങ്ങൾ രേഖാമൂലം രജിസ്ട്രാർക്ക് എഴുതുകയും ലിക്വിഡേറ്റർ എഴുതുകയും രജിസ്ട്രാർക്ക് അതിൽ വസ്തുതയുണ്ട്, കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നിയമത്തിന് വിധേയമായി ഈ ലിക്വിഡേഷൻ കാലാവധി 2 വർഷം എന്നുള്ളത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകാവുന്നതുമാണ് എന്നാണ് ഈ പ്രൊവിസയിൽ പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു സാഹചര്യത്തിലും ഈ എക്സ്റ്റൻഷൻ 1 വർഷം വീണ്ടും അധികരിച്ചു പോകാൻ പാടില്ല. അപ്പോൾ 1 വർഷം കൂടി വേണമെങ്കിൽ മാക്സിമം എക്സ്റ്റൻഷൻ കൊടുക്കാം എന്നുള്ള ഒരു ഭേദഗതിയാണ് ഈ പ്രൊവിസോയിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ആ പുതിയ പ്രൊവിസോ ഞാൻ വായിക്കാം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2A ശ്രദ്ധിക്കുക. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ദ വൈൻഡിംഗ് പ്രൊസീഡിംഗ്സ് കനോട്ട് ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരിയഡ് ഓഫ് 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ 1 of 72, the liquidator shall submit a report to the government through the registrar stating the procedural constraints which prevent him to complete the proceedings, and in such cases issue the final order with the permission of the government within the time stipulated by the government as may be prescribed. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൂടി വന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് however that such extension shall not exceed a period of 1 year. കൃത്യമായി മനസ്സിലായില്ല? മാന്യ ഉദ്യോഗാർത്ഥികളെ, സഹകാരികളെ, ഇന്നത്തെ അതിപ്രധാനമായ അമെൻമെൻറ്റ് സെക്ഷൻസ്, ഈ ചർച്ച നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി എന്നുള്ള ധാരണയോടുകൂടി ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. കൂടുതൽ ചർച്ചകൾക്കും വിശകലനത്തിനും വേണ്ടിയിട്ട് അമെൻമെൻറ്റ്സിന് വേണ്ടിയുള്ള പുതിയ സെക്ഷനുമായിട്ട്, പുതിയ ചാപ്റ്ററുമായിട്ട്, പുതിയ എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ സൈനിങ് ഓഫ്, നിങ്ങളുടെ അജിത് കുമാർ. താങ്ക് യു.